ഒരു പോസ്റ്റർ ചെയ്യണമായിരുന്നു. ചെയ്യാം. ഒറ്റയടിക്ക് 400 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച പാവങ്ങളുടെ സർക്കാരിന് അഭിവാദ്യങ്ങൾ. എങ്ങനെ മതി? അതെ, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വെറും 38.05 രൂപ വർദ്ധിപ്പിച്ചിട്ട് 400 രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് ഞെളിഞ്ഞടക്കുന്ന സർക്കാരിന് അഭിവാദ്യങ്ങൾ എന്നായാലോ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. 2021 ഡോക്ടർ തോമസ് ഐസക് ധനമന്ത്രി പദത്തിൽ നിന്ന് ഇറങ്ങുമ്പം ക്ഷേമ പെൻഷൻ 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതിനുശേഷം 2025 വരെ ഒരു നയാ പൈസ പോലും കൂട്ടിയിട്ടില്ല. ഇതിനിടയ്ക്ക് നല്ല വിലക്കയറ്റം ഉണ്ടായെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വർഷം ക്ഷേമ പെൻഷന്റെ മൂല്യം ശരാശരി 5% വെച്ച് മൂല്യശോഷണം ഉണ്ടായി എന്ന് കണക്കാക്കിയാൽ തന്നെ 2025-26 ക്ഷേമ പെൻഷന്റെ മൂല്യം 1238.05 രൂപയാണ്. അതായത് പ്രതിമാസ നഷ്ടം എന്ന് പറയുന്നത് 361.95 രൂപ. അപ്പൊ ഈ 5 വർഷത്തിനുള്ളിൽ 62 ലക്ഷം ക്ഷേമ പെൻഷൻകാർക്കുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് 7232.62 കോടി രൂപയാണ്. അതായത് ക്ഷേമ പെൻഷൻകാരുടെ പോക്കറ്റിൽ നിന്ന് അവര് പോലും അറിയാതെ 7232.62 കോടി രൂപ കവർന്നെടുത്തിട്ടാണ് 400 രൂപ വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നത്. ഇനി 400 രൂപയുടെ കാര്യത്തിലേക്ക് വന്നാൽ 1238.05 രൂപയിൽ നിന്നാണ് ഈ 400 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ കൂടിയ തുക എന്ന് പറയുന്നത് 1638.05 രൂപ. അതായത് വെറും 38.05 രൂപ വർദ്ധിപ്പിച്ചിട്ടാണ് 400 രൂപ കൂട്ടി എന്ന് പറയുന്നത്. അതും ഈ 5 വർഷത്തിനിടയ്ക്കാണെന്ന് ഓർക്കണം. പാവപ്പെട്ട ക്ഷേമ പെൻഷൻകാർ ഇത് വല്ലതും അറിയുന്നുണ്ടോ? അവരുടെ ഇനി 7232.62 കോടി രൂപ കവർന്നെടുത്തായിരുന്നു അവർ തിരിച്ചറിയുന്നില്ല. പോരാതെ ക്ഷേമ പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞ് പെട്രോളിന്റെയും മദ്യത്തിന്റെയും മേലെ സെസ് ചുമത്തി ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചതൊന്നും ആരും ഓർക്കുന്നില്ല. അരുണാചൽ പ്രദേശ്, ഡൽഹി, ഹരിയാന, പുതുച്ചേരി, ഗോവ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലൊക്കെ വർഷങ്ങളായിട്ട് കേരളത്തെക്കാളും എത്ര ഉയർന്ന നിരക്കിലാണ് ക്ഷേമ പെൻഷൻ. ആന്ധ്രാപ്രദേശ് കുറച്ച് ദിവസം മുന്നേ ക്ഷേമ പെൻഷൻ 4000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഇതൊന്നും ഇവിടുത്തെ ഒരു ജനങ്ങളും തിരിച്ചറിയുന്നില്ല. പിന്നെ സർക്കാരിന് നന്നായിട്ട് പറഞ്ഞു നിൽക്കാൻ അറിയാം. ക്ഷേമ പെൻഷൻ അവകാശമല്ല, ഔദാര്യമാണെന്ന് ഈ നാട്ടിലെ പാവങ്ങളെ മുഴുവൻ പറഞ്ഞു പറ്റിച്ചാൽ പോരാഞ്ഞിട്ട് ഹൈക്കോടതിയിലും ബോധിപ്പിക്കാൻ പോയ സർക്കാരല്ലേ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ ഈ പാവപ്പെട്ട വൃദ്ധജനങ്ങളുടെ പേരിൽ വേണമായിരുന്നോ എന്നാണ്.